ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് ഈ ഒരു പുതിയ പ്രതിഭാസമാണ്. നമ്മൾ വൈദ്യുതകാന്തിക പ്രേരണം എന്നുള്ളൊരു പ്രതിഭാസം പഠിച്ചു. അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളൊരു പ്രതിഭാസം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇതിലൊരു സോളിനോയിഡ് ഉണ്ട്, അതായത് ഒരു കോയിലുണ്ട്, ഒരു കമ്പിച്ചുരുളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒന്നാമത്തെ സർക്യൂട്ട്, രണ്ട് സർക്യൂട്ട് ഞാൻ വരക്കുന്നുണ്ട്. ഒന്നാമത്തെ സർക്യൂട്ടിൽ ഒരു ബാറ്ററിയാണ്, ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബൾബുണ്ട്, 3 വാട്ടിൻ്റെ ഒരു ബൾബ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ 6 വോൾട്ട് DC ബാറ്ററി. ഓക്കെ, ഇനി അടുത്ത സർക്യൂട്ടിലും ഇതേപോലെ തന്നെ സോളിനോയിഡ്, ഇതേ ചുറ്റുകൾ തുല്യമാണ്. രണ്ട് കമ്പിച്ചുരുളുകളെയും ചുറ്റുകളുടെ എണ്ണം തുല്യമാണ്. ഇനി അടുത്തത് ഇവിടെ ഞാൻ വരക്കുന്നത് AC വൈദ്യുതിയാണ് കൊടുക്കുന്നത്, 6 വോൾട്ട് AC. ഇനി ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഒരു സ്വിച്ച്, അതുപോലെ തന്നെ ഒരു 3 വാട്ടിൻ്റെ ബൾബ്. ഓക്കെ, അപ്പോൾ 2 സർക്യൂട്ടുകളായി അല്ലേ? ഈ 2 സർക്യൂട്ടിൽ ഒന്നാമത്തെ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്തു, ബൾബ് പ്രകാശിക്കും. രണ്ടാമത്തെ സർക്യൂട്ടിലും സ്വിച്ച് ഓൺ ചെയ്തു, ബൾബ് പ്രകാശിക്കും. പക്ഷേ ഇവിടെ ബൾബിൻ്റെ പ്രകാശം കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള കാരണമാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ മുൻപ് പഠിച്ചതാണ്, ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പഠിച്ചതാണ്. ഒരു സോളിനോയിഡുമായിട്ട് ഒരു ഗാൽവനോമീറ്റർ ബന്ധിപ്പിച്ചിട്ട് ഒരു കാന്തം, ഉത്തരധ്രുവം, അതായത് നോർത്തും സൗത്തുമുള്ളൊരു കാന്തം സോളിനോയിഡിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ സൂചി ചലിക്കും. അതിന് കാരണം ഈ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകുന്ന പ്രതിഭാസം, അതാണ് വൈദ്യുതകാന്തിക പ്രേരണം. അപ്പോൾ അതേപോലെ ഇവിടെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, ഈ ചാലകത്തിലൂടെ, അതായത് ഈ സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോകും. ആ വൈദ്യുതി DC ആണ്, ഒരു ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതിയാണ്. നമുക്കറിയാം ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇങ്ങനെയാണ് അല്ലേ, സ്റ്റഡി ആയിട്ടുള്ള, വ്യതിയാനം സംഭവിക്കാത്ത, ദിശ മാറാത്ത വൈദ്യുതിയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെ AC ആണ്. AC വൈദ്യുതി നമുക്കെല്ലാവർക്കും അറിയാം, വ്യതിയാനം സംഭവിക്കുന്ന ദിശ മാറുന്ന അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലേ. 0-ൽ നിന്ന് പരമാവധി 0, വിപരീത ദിശയിൽ പരമാവധി 0, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ 2 സോളിനോയിഡുണ്ട്. ഈ 2 സോളിനോയിഡിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം വ്യതിയാനം സംഭവിക്കാത്ത കാന്തിക മണ്ഡലം, അതായത് കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. എന്നാൽ ഇവിടെ AC ആണ്, ഇങ്ങനെയുള്ള വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കും. അപ്പോൾ ഇവിടെ ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഒരു EMF ഉണ്ടാവും. അതേപോലെ ഇവിടെയും ഒരു EMF ഉണ്ടാവും. ആ EMFന് പറയുന്ന പേരാണ് ബാക്ക് EMF. നമ്മളിവിടെ നൽകിയ അല്ലേ, ഇവിടെ പ്രയോഗിച്ച വോൾട്ട് 6 വോൾട്ടാണ്, ഇവിടെയും 6 വോൾട്ടാണ്. അതിന് പുറമെ ഈ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഒരു ബാക്ക് EMF രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രയോഗിച്ച EMFൻ്റെ വിപരീത ദിശയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബാക്ക് EMF ഉണ്ട്, 2 വോൾട്ട് എന്ന് കരുതുക. എന്നാൽ ഇവിടെ പ്രയോഗിച്ചത് 6 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ വിപരീത ദിശയിലായിരിക്കും ഈ 2 വോൾട്ട്. എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആയിരിക്കും. അതായത് ഇവിടെ സഫല വോൾട്ടത, ഇവിടെയുള്ള ആകെ വോൾട്ടതയ്ക്ക് പറയുന്ന പേരാണ് സഫല വോൾട്ടത. ഈ സഫല വോൾട്ടത കുറയും, കാരണം 6-ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. കാരണം ഇത് ബാക്ക് EMF ആണ്, വിപരീത ദിശയിലാണ്. അപ്പോൾ 6-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ ഇവിടെ സഫല വോൾട്ടത 4 വോൾട്ട് ആയിരിക്കും. ഇവിടെ ആ 6 വോൾട്ട് അതുപോലെ ഉണ്ട്, എന്നാൽ ഇവിടെ സഫല വോൾട്ടത 4 വോൾട്ടായിരിക്കും, പ്രകാശം കുറയും. ഇങ്ങനെ ബാക്ക് EMF, ഒരു AC സർക്യൂട്ടിൽ ബാക്ക് EMF ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ്
സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഒരു കോയിലിലൂടെ AC വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ബാക്ക് EMF ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. അത് അപ്പോൾ ആദ്യം ഓർത്ത് വെക്കുക. സെൽഫ് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വായിക്കുക, പിന്നെ നോട്ടിലേക്ക് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സഫല വോൾട്ടത കുറയുന്നു, ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നമ്മൾ ഈ സോളിനോയിഡിന് പകരം ഈ സോളിനോയിഡ് നമ്മൾ സാധാ നിവർത്തിയാൽ നേരെയുള്ളൊരു കമ്പിയായി മാറും. അങ്ങനെ കമ്പിയായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് EMF ഉണ്ടാവില്ല. കാരണം സോളിനോയിഡ് എന്നുള്ള ഇതേ ഷേപ്പിൽ സർപ്പിൾ ആകൃതിയിൽ ആക്കി കഴിഞ്ഞാൽ മാത്രം ആ ആകൃതിയുടെ പ്രത്യേകത മൂലമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബാക്ക് EMF ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇവിടെ ഈ പച്ചിരുമ്പ് കോർ, അതായത് ഇവിടെ സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ പച്ചിരുമ്പ് കോർ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പച്ചിരുമ്പ് കോർ എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലത്തെ നന്നായി കടത്തിവിടുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് കാന്തിക ഫ്ലക്സ് ഉള്ള ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ പച്ചിരുമ്പ് കോർ വെച്ചാൽ അതും എന്തായി മാറും? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്ന ഒരു കാന്തമായി മാറും. അപ്പോൾ ഇവിടെ കാന്തിക ഫ്ലക്സിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. കാന്തിക ഫ്ലക്സിൻ്റെ അളവ് കൂടുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്ന കാന്തിക ഫ്ലക്സാണ് ഈ ചാലകവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാക്ക് EMF വീണ്ടും കൂടും. ചിലപ്പോൾ ഈ 2 വോൾട്ടുള്ള എന്തായി മാറാം? 3 വോൾട്ടൊക്കെയായി മാറാം. അങ്ങനെയാണെങ്കിൽ സഫല വോൾട്ടതൊക്കെ എന്ത് സംഭവിക്കും? 6ൽ നിന്ന് 3 മൈനസ് ചെയ്യണം. നേരത്തെ 2 മൈനസ് ചെയ്ത്, ഇവിടെ 3 മൈനസ് ചെയ്യണം. 3 മൈനസ് ചെയ്താൽ സഫല വോൾട്ടത കുറയും, വീണ്ടും കുറഞ്ഞു. അപ്പോൾ ബൾബിൻ്റെ പ്രകാശം വീണ്ടും കുറയും. അപ്പോൾ പച്ചിരുമ്പ് കോർ അതിലേക്ക് വെച്ചാൽ സഫല വോൾട്ടത കുറയുന്നു, ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു. പച്ചിരുമ്പ് കോർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലോ, പച്ചിരുമ്പ് കോർ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഫല വോൾട്ടത കുറയും. സഫല വോൾട്ടതല്ല, ഇവിടെയുള്ള ബാക്ക് EMF കുറയും അല്ലേ? 3 2 മാറും. അപ്പോൾ നമ്മൾ 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ സഫല വോൾട്ടത കൂടുന്നു, ബൾബിൻ്റെ പ്രകാശം കൂടുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഈ AC വൈദ്യുതി മാറ്റിയിട്ട് ഇവിടെ ബാറ്ററി ആക്കുകയാണ്. ബാറ്ററി ആക്കി, അപ്പോൾ ഇവിടെ പിന്നെ എന്തുണ്ടാവില്ല? ബാക്ക് EMF ഉണ്ടാവില്ല. കാരണം DC വൈദ്യുതിയാണ് അല്ലേ? ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കാത്ത വൈദ്യുതിയാണ്. അപ്പോൾ ഇവിടെ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നില്ലെങ്കിൽ ഇനി ഇവിടെ പച്ചിരുമ്പ് കോർ വെച്ചാലും അതുപോലെ സോളിനോയിഡ് വെച്ചാലും ഒന്നും എന്തുണ്ടാവില്ല? ബാക്ക് EMF ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ 6 വോൾട്ട് അതേപോലെ ബൾബിലേക്ക് കിട്ടും. അപ്പോൾ ബൾബിൻ്റെ പ്രകാശം കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർപ്പിൾ ആകൃതിയിലുള്ള ഒരു ചാലക കമ്പി, അതായത് സോളിനോയിഡ്, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സർപ്പിൾ ആകൃതി ചുറ്റിയെടുത്ത ഈ സോളിനോയിഡിന് പറയുന്ന പേരാണ് ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു AC സർക്യൂട്ട്, അതായത് ACയിൽ മാത്രമാണ് എന്തുണ്ടാവുക? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുക. ഇവിടെ DCയിൽ ഒരിക്കലും സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു AC സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ ആവശ്യാനുസരണം കുറക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ. ഓക്കെ, അപ്പോൾ DCയിൽ നമ്മൾ എന്താ ചെയ്യുക? DCയിൽ ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻഡക്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ മുൻപ് പഠിച്ച പ്രതിരോധകങ്ങൾ, അതായത് പ്രതിരോധകങ്ങൾ ഉപയോഗിക്കാം. പ്രതിരോധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചെറിയ ഡീമെറിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് പ്രതിരോധകങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി പ്രതിരോധങ്ങളുടെ കടന്നു പോകുമ്പോൾ നമ്മൾ ജൂൾ നിയമമൊക്കെ പഠിച്ചാണ്, അവിടെ എന്ത് ചെയ്യും? താപരൂപത്തിൽ ഊർജ്ജനഷ്ടം സംഭവിക്കും. അപ്പോൾ പ്രതിരോധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഊർജ്ജനഷ്ടം സംഭവിക്കും. പ്രതിരോധങ്ങൾ നമുക്ക് DCയിൽ ഉപയോഗിക്കാം, ACയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ DCയിൽ നമുക്കൊരിക്കലും ഈ ഇൻഡക്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം DCയിൽ നമ്മൾ നിർബന്ധമായിട്ടും പ്രതിരോധങ്ങൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ACയിൽ നമുക്ക് പ്രതിരോധങ്ങൾ ഉപയോഗിക്കാം, ഇൻഡക്ടറുകൾ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് ഏതാ? ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. കാരണം ഇൻഡക്ടർ ഉപയോഗിക്കുമ്പോൾ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. എന്നാൽ പ്രതിരോധങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കാം, കുറക്കാനൊക്കെ പറ്റും ആവശ്യാനുസരണം. പക്ഷേ അവിടെ താപരൂപത്തിൽ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു AC സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് ഏതാ? ഇൻഡക്ടറുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് പുതിയ ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഒന്നായിരുന്നു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. അവിടെ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു മൈക്ക് ഉണ്ടാവും അല്ലേ, മൈക്രോഫോൺ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മൈക്ക് അല്ലേ. നമ്മൾ സാധാരണ സ്കൂളുകളിൽ കലോത്സവം അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പാട്ട് പാടാനും പ്രസംഗിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക്. ആ മൈക്കിനെയാണ് എന്ത് പറയുക, അതിന് നമ്മൾ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഘടന, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയാം. നമുക്കറിയാം ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, ഒരു കാന്തം അല്ലേ. ഈ കാന്തത്തിന് നോർത്ത് പോളും സൗത്ത് പോളും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ട്. ഓക്കെ, ഈ കാന്തത്തിന് മുകളിൽ ഇതാ ഒരു ചെമ്പ് കമ്പി. ഓക്കെ, അതായത് നമുക്ക് പറയാം സാധാരണ ഒരു ചാലക കമ്പി ഒരു സോളിനോയിഡ് രൂപത്തിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ രണ്ട് അഗ്രങ്ങൾ ഇതിൻ്റെ രണ്ട് അഗ്രങ്ങൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ഥിരകാന്തം, ആ സ്ഥിരകാന്തത്തിന് മുകളിൽ നമ്മൾ എന്ത് ചുറ്റി വെച്ചിട്ടുണ്ട്, ചെമ്പ് കമ്പി. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വോയിസ് കോയിൽ. ഓക്കെ, വോയിസ് കോയിൽ. ഇനി നമ്മൾ ഈ വോയിസ് കോയിലുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡയഫ്രം, വോയിസ് കോയിലിനോട് ചേർത്ത് ഒരു ഡയഫ്രം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഡയഫ്രം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ പഠിച്ച പോലെ തന്നെ ഇവിടെയും എന്തൊക്കെയുണ്ട്, ഒരു സ്ഥിരകാന്തം, അതിൻ്റെ മുകളിൽ ഒരു വോയിസ് കോയിൽ, അതായത് കാന്തിക മണ്ഡലത്തിൽ ഒരു വോയിസ് കോയിൽ എന്ന് പറഞ്ഞാൽ ചാലക കമ്പി ചുറ്റി വെച്ചതാണ്. ഓക്കെ, പിന്നെ ആ വോയിസ് കോയിലുമായി ബന്ധപ്പെട്ട് ഡയഫ്രം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചലിക്കുന്ന, ഒരു ബലം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് പഠിക്കാം. അതായത് നമ്മൾ സാധാരണ മൈക്കിന് മുന്നിൽ പാട്ട് പാടും അല്ലെങ്കിൽ പ്രസംഗിക്കും, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ശബ്ദതരംഗങ്ങളാണ് അവിടെ വന്ന് പതിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മുന്നിൽ ഒരാൾ നിന്നിങ്ങനെ പാട്ട് പാടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദതരംഗങ്ങൾ ഇവിടെ വന്ന് ഡയഫ്രത്തിൽ വന്ന് പതിക്കും. ഡയഫ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ഡയഫ്രം സ്വതന്ത്രമായി കമ്പനം ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു പേപ്പർ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ ഇളകുന്നതാണ്. അതേപോലെ ഇവിടെ നമ്മുടെ ശബ്ദത്തിനനുസരിച്ച് ഈ ഡയഫ്രം കമ്പനം ചെയ്യും. അപ്പോൾ ഈ ഡയഫ്രത്തിനോട് ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുള്ള വോയിസ് കോയിൽ ഒരു കാന്തിക മണ്ഡലത്തിലാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു EMF ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഒരു വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുത സിഗ്നൽ ഉണ്ടാവും. അതായത് ഇവിടെ ശബ്ദ ഊർജത്തെ നമ്മൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റി. അപ്പോൾ ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വളരെ എളുപ്പമാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ സംഭവിക്കുന്ന എന്താണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ശബ്ദതരംഗങ്ങൾ ഡയഫ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള വോയിസ് കോയിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ കമ്പനം ചെയ്യുന്നു. തൽഫലമായി വോയിസ് കോയിലിൽ ഒരു വൈദ്യുതി രൂപപ്പെടുന്നു. ഇത്രയുള്ള അതിൻ്റെ പ്രവർത്തനം. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ പ്രവർത്തനം നന്നായിട്ട് വായിക്കുക, ആ പ്രവർത്തനം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, വോയിസ് കോയിൽ, ഡയഫ്രം, സ്ഥിരകാന്തം. അതുപോലെ നമ്മൾ മുൻപ് പഠിച്ച രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറും ഇവിടെ നമ്മൾ പഠിച്ച ചലിക്കും ചുരുൾ മൈക്രോഫോണും തമ്മിൽ ഘടനയിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടിനും എന്തുണ്ട്, സ്ഥിരകാന്തമുണ്ട്, വോയിസ് കോയിലുണ്ട്, ഡയഫ്രം ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒന്നിൽ
ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഇവിടെ അല്ലേ. മറ്റൊരിടത്താണെങ്കിലോ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഈ വ്യത്യാസങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക.